Hi everyone, this is Rinsi from Grow Malayalam. അപ്പോൾ മാർക്കറ്റിലെ ഏറ്റവും സേഫ് ബെറ്റ് IT സെക്ടർ ഈ ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ. ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സ് പ്രകാരം 2025 ആയപ്പോഴേക്കും ഗ്ലോബൽ IT മാർക്കറ്റ് 850 ലക്ഷം കോടി എത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സെയിം പീരീഡിൽ ഗ്ലോബൽ AI മാർക്കറ്റ് ഏകദേശം 35 ലക്ഷം കോടിയാണ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ IT സപ്ലൈ ചെയിന്റെ ബാക്ക് ബോൺ ആണ് ഇന്ത്യ. പക്ഷേ AI മാർക്കറ്റിൽ അവർ ഷെയർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 6%, അതായത് അറൌണ്ട് 2 ലക്ഷം കോടി രൂപ. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നോക്കിയാലും ഈ ഒരു സൈൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിഫ്റ്റി IT 20% ഡൗൺ ആയിരുന്നു. അതേസമയത്ത് നിഫ്റ്റി 50 12% കൂടി നിന്നിരുന്നു. അപ്പം നമ്മളിവിടെ ഗ്രോത്ത് സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 38% CAGR ആണ് ഇവിടെ പ്രൊജക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത 7 വർഷത്തിൽ 29 മുതൽ 30 ലക്ഷം കോടി എത്തിക്കൊണ്ട്. അപ്പം കമ്പനീസ് ഇവിടെ AI അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് എംപ്ലോയീസിനെ അവരോട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. AI അവർ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടൈം ബേസ്ഡ് ബിൽഡിങ്ങിന് പകരം റിസൾട്ട് ബേസ്ഡ് മോഡലിലേക്ക് മാറുന്നുണ്ട്. സോ ഇവിടുത്തെ റിയൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു ന്യൂ AI ഫേസിൽ ആര് ജയിക്കും? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 2 IT കമ്പനീസ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ട്രഡീഷണൽ IT സർവീസിൽ നിന്ന് മാറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ AI ആക്ച്വൽ റവന്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു പ്രോമിസ് മാത്രമല്ല, പക്ഷെ നമ്പേഴ്സ് ഉണ്ട്. സോ ഏതൊക്കെയാണ് ആ കമ്പനികൾ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് മോപ്പ് അവന്യൂ AI ടെക് ലിമിറ്റഡ് ആണ്. അപ്പൊ ഇതൊരു ഡിജിറ്റൽ ഫസ്റ്റ് മൈക്രോ ക്യാപ് ആഡ് ടെക് കമ്പനിയാണ്. AI പവർഡ് അഡ്വർടൈസിംഗും കൺസ്യൂമർ ഗ്രോത്ത് പ്ലാറ്റ്ഫോംസും ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇവിടെ പണം ഉണ്ടാക്കുന്നത്? അപ്പൊ ഇവരുടെ മെയിൻ മോഡൽ ഔട്ട്കം ബേസ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ആഡ്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിനല്ല ഇവർ ചാർജ് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഡ്സ് വരുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന്റെ ബേസിലാണ് ഇവരിവിടെ ചാർജ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ അഡ്വർടൈസിംഗ് മാർക്കറ്റ് ഏകദേശം 1,10,000 കോടിയിലധികമാണ്. അതിൽ ഡിജിറ്റൽ ആഡ്സ് ഏകദേശം 59,000 കോടി അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് 2025 പ്രകാരം 44% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 12 മാസത്തെ ബേസിസിൽ ടോട്ടൽ ഡിജിറ്റൽ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ പൂൾ കമ്പയർ ആക്കുമ്പോൾ മാർക്കറ്റ് ഷെയർ വരുന്ന ഏകദേശം 0.2 മുതൽ 0.3% ഇത് വളരെ ചെറുത് തന്നെയാണ്, പക്ഷെ ഗ്രോയിങ് എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇത്. അപ്പോൾ കമ്പനി ഇപ്പം 150-ലധികം ക്ലയൻസിന് സെർവ് ചെയ്യുന്നുണ്ട്, മെയിൻലി ഡിജിറ്റൽ നേറ്റീവ് ബിസിനസ്സിൽ ലൈക്ക് ഇപ്പോൾ ക്വിക്ക് കോമേഴ്സ്, ഫിൻടെക്, അതുപോലെ ഈവൻ കൺസ്യൂമർ ബ്രാൻഡ്സും. ഇനി നമുക്ക് AI റോൾ എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ AI ലെഡ് പ്രോഗ്രാമിക് ആഡ്സ് വഴി കമ്പനി AI യൂസ് ചെയ്ത് ആഡ്സ് റൺ ചെയ്യും. ആളുകൾ ബ്രാൻഡ് അറിയുന്നത് തൊട്ട് ആക്റ്റീവ് കസ്റ്റമർ ആകുന്നവരെയുള്ള ഫുൾ പ്രോസസ് ഇവർ മാനേജ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം ഡെയിലി 100 കോടിയിലധികം ഡേറ്റ സിഗ്നൽസ് പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബേസിൽ ശരിയായ ഓഡിയൻസിനെ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. ഇപ്പൊ Q3 FY26 കമ്പനിയുടെ 92% റവന്യൂ ഔട്ട്കം ലിങ്ക്ഡ് ആയിരുന്നു. അപ്പൊ മുന്നത്തെ ക്വാർട്ടറിലെ 90%-നേക്കാളും ഇത് കൂടുതൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം മെജോറിറ്റി റവന്യൂ AI പ്ലാറ്റ്ഫോംസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ പേയ്മെന്റ് ഇംപ്രഷൻ ബേസ് ചെയ്തല്ല, റിയൽ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ചില ടൂൾസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഇപ്പം 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. കമ്പനി പ്ലാറ്റ്ഫോം വൈസ് റവന്യൂ ഡീറ്റെയിൽസ് പബ്ലിക് ആയിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അതുപോലെ ഇവിടെ 2025 ഫൈനാൻഷ്യൽ നമ്പേഴ്സ് 2024 ഫൈനാൻഷ്യൽ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് കമ്പയർ ചെയ്യുന്ന അത്ര ഫെയർ അല്ല. കാരണം കമ്പനി എഡ്യൂക്കേഷൻ റീറ്റെയിൽ മോഡലിൽ നിന്ന് പ്യുവർ ആഡ്ടെക് മോഡലിലേക്ക് മാറി. അതിൽ സ്ട്രാറ്റജിക് അക്വിസിഷന് ശേഷം മൊത്തം ബിസിനസ് സ്ട്രക്ചർ ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സ് നോക്കാം. അപ്പൊ നമുക്ക് ഡിസംബർ 2025 നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ സെയിൽസ് ഇയർ ഓവർ ഇയർ 67% കൂടി 55 കോടിയായി. ഇവിടെ സിമ്പിൾ റവന്യൂ ഫോർമുല ഇതാണ്, നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻറ്റു റവന്യൂ പെർ ഔട്ട്കം. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 മെട്രിക്കും ഇവിടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റവന്യൂ പെർ ഔട്ട്കം Q2 FY26 45.89 രൂപയിൽ നിന്ന് Q3 FY26 47.45 രൂപയായിട്ട് കൂടി. അപ്പൊ ഇതിന്റെ അർത്ഥം ഔട്ട്കം കൂടുന്നതനുസരിച്ച് കമ്പനിയുടെ കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയെന്നാണ്. ഇനി കോസ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മേജർ IT എക്സ്പെൻസ് ലൈക്ക് ഇപ്പൊ എംപ്ലോയി കോസ്റ്റ് അബ്സല്യൂട്ട് ടേംസിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് നിന്നു. എന്നാൽ ഇവിടെ റവന്യൂ പെട്ടെന്ന് വളർന്നത് കാരണം എംപ്ലോയി കോസ്റ്റ് ടു റവന്യൂ റേഷ്യോ 20.14% 12.41% കുറഞ്ഞു. 773 ബേസിസ് പോയിന്റ് ഷാർപ്പ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഇത് എഫിഷ്യൻസി ഗെയിൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഇമ്പാക്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും വിസിബിൾ ആണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ 478 ബേസിസ് പോയിന്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് 22.2% ആയി. അതുപോലെ നെറ്റ് മാർജിൻ 268 ബേസിസ് പോയിന്റ് എക്സ്പാൻഡ് ചെയ്ത് 13.8% ആയി. ഇനി നമുക്ക് കുറച്ച് മെയിൻ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം കമ്പനിയുടെ ലോങ് ടേം ഡെറ്റ് ഓൾമോസ്റ്റ് 0 ആണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വലിയ ഇൻട്രസ്റ്റ് ബേർഡൻ ഒന്നുമില്ല. അതുപോലെ കമ്പനിക്ക് എന്താണ് ലോൺ കണ്ടീഷൻ കൊണ്ടുള്ള പ്രഷറോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഒന്നും ഇവിടെ വരുന്നില്ല. അതുപോലെ ഇവിടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ TTM ബേസിൽ ഏകദേശം 11x ആണ്. അപ്പൊ ഇതിനർത്ഥം കമ്പനിക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ 11 ടൈംസ് കവർ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ അത് കംഫർട്ടബിൾ ആണല്ലേ? സോ അതാണ് നമ്പേഴ്സിനെ പറ്റി നമുക്ക് ഇനി പറയാനുള്ളത്. ഇനി നമുക്ക് ഫ്യൂച്ചറും സ്ട്രക്ചറും നമുക്ക് നോക്കിയാലോ? അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇവിടെ നോക്കുക. ഇന്ത്യയുടെ ഡിജിറ്റൽ അഡ്വർടൈസിംഗ് മാർക്കറ്റ് 2025 59,000 കോടി എത്തിയിട്ടുണ്ട്.
ഇയർ ഓവർ ഇയർ ഏകദേശം 20% ഗ്രോത്തോടെ. ഇൻഡസ്ട്രി പ്രൊജക്ഷൻസ് പ്രകാരം ഇത് 2030 ആകുമ്പോഴേക്കും 1,42,000 കോടി വരെ പോകാം. അതായത് ഏകദേശം 19% CAGR. ഇനി ഇതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇവിടെ വരുന്നത്. ഇന്ത്യയുടെ ഇൻഡസ്ട്രി 19% വളരുമ്പോൾ മോബ് അവന്യൂ 30% ഗ്രോത്ത് ആണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം 20%-ലധികം എബിറ്റ മാർജിനും. പക്ഷെ എന്താണ് ഇവരുടെ സ്ട്രാറ്റജി? ആദ്യത്തെ എല്ലാ ക്വാർട്ടറിലും പുതിയ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാം. അപ്പൊ കേൾക്കുമ്പോൾ കുറച്ച് അഗ്രസീവ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇപ്പൊ നമുക്കൊരു റിയാലിറ്റി ചെക്കും കൂടി ആവശ്യമാണ്. റിസ്ക് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ വാല്യൂഷൻ ആണ്. ഇപ്പൊ സ്റ്റോക്ക് 96x അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്, അതുപോലെ 88x ബുക്ക് വാല്യൂവിന്റെ അടുത്തും. അപ്പൊ ഇതിന്റെ അർത്ഥം മാർക്കറ്റ് ഓൾറെഡി സ്ട്രോങ് ഗ്രോത്ത് അസ്യൂം ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ടോപ്പിക്കിൽ നിന്ന് മാറിയിട്ട് E2E നെറ്റ്വർക്സിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഒരു പോയിന്റ് 250x അടുത്തായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. അത് വളരെ ഹൈ വാല്യൂഷൻ ആയിരുന്നു. അപ്പൊ കമ്പനി മുമ്പ് സ്ട്രോങ് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. 3 ഇയേഴ്സിൽ സെയിൽസ് 47% CAGR വളർന്നിട്ടുണ്ട്, അതിൽ പ്രോഫിറ്റ് 95% CAGR-ലും. പക്ഷേ അതിനുശേഷം തുടർച്ചയായിട്ട് 3 ക്വാർട്ടേഴ്സിൽ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് കമ്പനി വാല്യൂഷൻ മൾട്ടിപ്പിൾ ടൈം കഴിയും തോറും കുറയാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങി. അപ്പൊ ഇവിടുത്തെ ലെസൺ സിമ്പിൾ ആണ്. ഹൈ ഗ്രോത്ത് സ്പേസ് ഉള്ളത് കൊണ്ട് മാത്രം പോരാ, വാല്യൂഷൻ ഒരുപാട് കൂടി നിൽക്കുമ്പോൾ മാർജിൻ ഫോർ എറർ വളരെ കുറവാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ റവന്യൂ ഗ്രോത്ത് മാത്രം നിങ്ങളിവിടെ നോക്കരുത്, പ്രോഫിറ്റ് സസ്റ്റൈനബിലിറ്റിയും ക്യാഷ് കൺവേർഷനും ഈക്വലി നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യണം. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ കൺസേൺ ക്യാഷ് കൺവേർഷൻ ആണ്. ഇപ്പൊ ഡെറ്റേഴ്സ് ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ 367 ദിവസമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ക്യാഷ് വരാൻ ഓൾമോസ്റ്റ് 1 വർഷത്തോളം ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് CFOയിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ പ്രോഫിറ്റ് P&L ഉണ്ടാവും, പക്ഷെ ഓൺ ടൈം ക്യാഷ് വന്നില്ലെങ്കിൽ ഗ്രോത്ത് ഫേസിന്റെ സമയത്ത് ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. സോ ജസ്റ്റ് റവന്യൂ മാത്രമല്ല, പ്രോഫിറ്റ് സസ്റ്റൈനബിലിറ്റിയും ക്യാഷ് ഫ്ലോയും നമ്മൾ ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വന്ന് കൊഫോജ് ആണ്. അപ്പൊ കൊഫോജ് ഒരു ഗ്ലോബൽ ഡിജിറ്റൽ സർവീസ് കമ്പനിയാണ്. AI, ക്ലൗഡ്, ഡേറ്റ, അതുപോലെ ഓട്ടോമേഷൻ വഴി ക്ലയൻസിന്റെ ബിസിനസ് ഇവർ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ എല്ലാം ചെയ്യാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്യുന്നില്ല. സെലക്ടഡ് ഇൻഡസ്ട്രിയിൽ ഡീപ് ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിൽ ഞാനൊന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ പകരം നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ഇപ്പൊ ട്രാവൽ സെഗ്മെന്റിൽ എയർലൈൻസിന് പല പ്രോസസ്സ് ഉണ്ട്. ഇപ്പൊ ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ഡോക്യുമെന്റ് മൈഗ്രേഷൻ വരെയുള്ള എല്ലാ പ്രോസസ്സും ഓട്ടോമേറ്റഡ് ആണ്. ഇനിയിപ്പം ബാങ്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോൺ പ്രോസസ്സിംഗ്, KYC, അതുപോലെ കംപ്ലൈൻസ് പോലത്തെ റിപ്പീറ്റേറ്റീവ് ടാസ്ക് എല്ലാം ഹാൻഡിൽ ചെയ്യും. അപ്പൊ മാനുവലി ഒരുപാട് ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്രോഡ് പോലത്തെ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കും. അപ്പൊ ബാക്കിയുള്ള വെർട്ടിക്കൽസ് അതുപോലെ അവിടെ റവന്യൂ മിക്സ് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് യുടെ റിയൽ സ്റ്റോറി ഇവിടെ വരുന്നത്. അപ്പൊ കൊഫോജ് ഇപ്പം ലെഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റ, ക്ലൗഡിന്റെ ഒരു കമ്പൈൻഡ് ഗ്രോത്ത് എഞ്ചിൻ ബിൽഡ് ചെയ്യാണ്. അപ്പൊ ടാർഗറ്റ് 18,000 കോടിയാണ് ആനുവൽ റവന്യൂ ആണ്. അപ്പൊ ഇതിൽ 11,000 കോടി ലെഡ് പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. 2,500 കോടി ഡേറ്റ എഞ്ചിനീയറിംഗിൽ നിന്നും ബാക്കി ക്ലൗഡ് സർവീസിൽ നിന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ ഇത് ഏകദേശം 18% CAGR ഗ്രോത്ത് ആണ്. ഇതിവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് കമ്പനി ട്രഡീഷണൽ IT സർവീസിൽ നിന്ന് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ പാർട്ട്ണറായിട്ട് മാറുന്നതാണ്. അപ്പൊ ഇവരുടെ മോഡൽ മാനേജ് സർവീസും ലോങ് ടേം കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ്. ഇതുകൊണ്ടാണ് റിപ്പീറ്റ് ബിസിനസ് റേറ്റ് 94% ആയത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഹയസ്റ്റ് ആണ്. അപ്പൊ വലിയ നമ്പർ തന്നെയാണല്ലേ. ഇനിയാണ് ഇവിടുത്തെ മെയിൻ ചോദ്യം വരുന്നത്. ഈ യും സ്ട്രാറ്റജിക് ഷിഫ്റ്റും ആക്ച്വൽ നമ്പേഴ്സിൽ റിഫ്ലക്ട് ആവുന്നുണ്ടോ? അപ്പൊ നമ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 23% ആണ്. പക്ഷെ പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രം 7% ആണ്. അപ്പൊ ഇതിനർത്ഥം പ്രോഫിറ്റ് ഗ്രോത്ത് റവന്യൂ ഗ്രോത്ത് ആയിട്ട് മാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്? അപ്പൊ ഇതിന് 2 മെയിൻ റീസൺസ് ഉണ്ട്. ആദ്യത്തെ ഓപ്പറേറ്റിംഗ് മാർജിനിൽ പ്രഷർ ആണ്. അപ്പൊ കമ്പനി ലീഗൽ അതുപോലെ പ്രൊഫഷണൽ ഫീസിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇതിൽ സബ് കോൺട്രാക്ടിങ്ങും ഇന്റഗ്രേഷൻ റിലേറ്റഡ് കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് അതർ എക്സ്പെൻസ് ഷെയർ കൂടുന്നതിൽ ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. രണ്ടാമത്തെ ടാക്സ് ആണ്. 2022 ഫൈനാൻഷ്യലിലെ എഫക്റ്റീവ് ടാക്സ് റേറ്റ് 17% ആയിരുന്നു. അത് 2025 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും 26% ആയിട്ട് കൂടി. റീസൺ എന്താന്ന് വെച്ചാൽ ചില സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്സിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ടൈം കഴിഞ്ഞപ്പോൾ ടാക്സ് ബർഡൻ നോർമൽ കോർപ്പറേറ്റ് ലെവലിന്റെ അടുത്ത് വന്നു. അപ്പൊ നാച്ചുറലി നെറ്റ് പ്രോഫിറ്റ് ഇവിടെ അതുകൊണ്ട് സ്ലോ ആയി. ഇനിയിപ്പം ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, കഴിഞ്ഞ 12 മാസത്തെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ പിക്ചർ ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പൊ മാർച്ച് 2025 വെച്ച് നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിനും നെറ്റ് പ്രോഫിറ്റ് മാർജിനും ഇംപ്രൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? അതുപോലെ അക്വിസിഷൻ തന്നെയാണ് ഇതിന്റെ കാരണം. അപ്പം സിഗ്നിറ്റി നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ബേസ്ഡ് ടെസ്റ്റിംഗ് ടൂൾ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം എബിറ്റ മാർജിൻ ജസ്റ്റ് 3 ക്വാർട്ടർ കൊണ്ട് 11% 12% ആയിട്ട് കൂടി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഡയറക്ട്ലി പ്രോഫിറ്റബിലിറ്റി പുഷ് ചെയ്യുന്നുണ്ടെന്നാണ്. സെയിൽസ് ഇവിടെ ഇയർ ഓവർ ഇയർ 29% വളർന്ന് 4,188 കോടിയായി. അതേസമയത്ത് എക്സ്പെൻസ് 22% മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഗ്രോത്തും ബ്രോഡ് ബേസ്ഡ് ആയിരുന്നു. ട്രാവൽ, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റ് 53% വളർന്നു. അതിൽ എമർജിംഗ് വെർട്ടിക്കൽസ് ആയ ഹെൽത്ത് കെയറും ടെക്കും ഓൾമോസ്റ്റ് 57% കൂടി. ഇനി കോസ്റ്റ് സൈഡില് എംപ്ലോയി കോസ്റ്റ് ടു റവന്യൂ റേഷ്യോ 441 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 55.7% ആയി.
അപ്പൊ ഇതിന്റെ അർത്ഥം എഫിഷ്യൻസി ഇംപ്രൂവ് ആയതാണ്. ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 68% കൂടി 730 കോടിയായി. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 17.4% എക്സ്പാൻഡ് ചെയ്തു. എന്നാൽ ട്വിസ്റ്റ് വന്നത് നോൺ ഓപ്പറേറ്റിംഗ് സൈഡിൽ നിന്നാണ്. അപ്പൊ അതർ ഇൻകം നെഗറ്റീവ് ആയിട്ട് തന്നെ നിന്നു. അതിൽ 147 കോടിയുടെ എക്സെപ്ഷൻ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഗുലാറ്ററി ചേഞ്ചസും M&A റിലേറ്റഡ് വൺ ടൈം കോസ്റ്റ് കാരണമാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഇത് കാരണം സ്ട്രോങ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഒഴിച്ച് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 16% മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പൊ ഇതാണ് P&L വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പെർഫോമൻസ് മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഇമ്പാക്ട് ആണ്. ഇപ്പൊ കൊഫോജിന്റെ കോസർ പ്ലാറ്റ്ഫോമിന്റെ ക്ലയന്റ് യൂസ് കേസസ് സ്ട്രോങ് സിഗ്നൽസ് നൽകുന്നുണ്ട്. ഇപ്പൊ ബാങ്കിങ്ങിൽ മാനുവൽ കംപ്ലൈൻസ് വർക്ക് ലോഡ് 80% വരെ കുറഞ്ഞു. ട്രാവൽ സെഗ്മെന്റിൽ സെൽഫ് സർവീസ് കാരണം ടിക്കറ്റ് വോളിയം 60% കുറഞ്ഞു. ഇൻഷുറൻസിൽ സബ്മിഷൻ ഇൻടേക്ക് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 66% കട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ കുറച്ച് മെട്രിക്സ് ഒന്നും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓർഡർ ഇൻടേക്കും തുടർച്ചയായിട്ട് വളർന്നിട്ടുണ്ട്. Q3 FY26 5377 കോടി, അതിൽ എക്സിക്യൂട്ടബിൾ ഓർഡർ ബുക്ക് 10568 കോടി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞ് 2025 ഫൈനാൻഷ്യൽ ടോട്ടൽ റവന്യൂന്റെ 26% കൂടുതലാണ്. IT കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവരുടെ എംപ്ലോയീസ് തന്നെയാണ്. അവരുടെ അട്രീഷൻ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10.9% ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ റവന്യൂ പെർ ബില്ലബിൾ എംപ്ലോയും തുടർച്ചയായിട്ട് കൂടുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇതിന്റെ അർത്ഥം പ്രൊഡക്ടിവിറ്റി മിക്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി ക്ലയന്റ് കോൺസെൻട്രേഷൻ റിസ്ക്കും കൺട്രോൾഡ് ആണ്. ടോപ്പ് 5 ക്ലയൻസ് 21% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് 10 ക്ലയൻസ് ഏകദേശം 31% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ ക്ലയൻസ് 245 കൂടി. ഇൻട്രസ്റ്റ് കവറേജും 13.7x ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഡെറ്റ് സർവീസിംഗ് കംഫർട്ടബിൾ ആയിട്ട് മാനേജ് ചെയ്യാന്നുള്ള കാര്യമാണ്. വാല്യുവേഷന്റെ ഫ്രണ്ടിൽ സ്റ്റോക്ക് 36.5x P-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. സെക്ടർ മീഡിയനേക്കാളും ചെറിയ പ്രീമിയത്തിൽ. PV/EBITDA അതുപോലെ പ്രൈസ് ടു സെയിൽസ് ഏകദേശം സെക്ടർ ലെവൽസിന്റെ അടുത്താണ്. അപ്പൊ മാനേജ്മെന്റ് മുന്നോട്ടേക്ക് പറഞ്ഞ 15% EBIT ടാർഗറ്റ് വീണ്ടും കൺഫേം ചെയ്തു. അതിന് ഇവിടെ ചേഞ്ച് ഒന്നും ഇല്ല. അപ്പൊ ഇത് 2026 ഫൈനാൻഷ്യലിലെ 14% EBIT ഗൈഡൻസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Q3 FY26 EBIT മാർജിൻ 13.4% ആയിരുന്നു. അപ്പൊ ഇവിടെ കമ്പനിയുടെ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് പോകുന്നത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ നമ്പേഴ്സിന് ശേഷം നമുക്ക് ഇവിടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമല്ല. ആദ്യത്തെ കൺസേൺ ഇന്ന് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ സ്ലോ ഡൗൺ ആണ്. രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ എന്താണ് റവന്യൂ മിക്സിലേക്ക് 40% ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ അടുത്ത ക്വാർട്ടേഴ്സിൽ അവരുടെ ഗ്രോത്ത് റിലേറ്റീവ്ലി സോഫ്റ്റ് ആണ്, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഡിക്ലൈനോടെ. അപ്പൊ ഇതുപോലെ തന്നെ 28% റവന്യൂ യൂറോപ്പ് അതിൽ മിഡിൽ ഈസ്റ്റിലാണ് ഇവിടെ വരുന്നത്. എന്നാൽ Q3 FY26 ഗ്രോത്ത് ഇവിടെ ഇയർ ഓവർ ഇയർ 5.9% മാത്രമാണ്. അപ്പൊ ഇവിടെ ഡിമാൻഡ് വീണ്ടും ഇംപ്രൂവ് ആയില്ലെങ്കിൽ ഓവറോൾ ഗ്രോത്ത് മൊമെന്റ് ഇവിടെ സ്ലോ ആവും. ഇനി അടുത്ത റിസ്ക് വാല്യുവേഷനിലാണ് വരുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ 36x P-ന്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അതിൽ PG റേഷ്യോ ഇൻഡസ്ട്രി മീഡിയന്റെ ഒപ്പം നോക്കുമ്പോൾ 7x വരെ കൂടുതലാണ്. അതേസമയത്ത് കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് CAGR ജസ്റ്റ് 7% മാത്രമാണ്. സോ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഏർണിംഗ്സ് മൊമെന്റം അതുപോലെ മാർജിൻ ഡെലിവറി നിങ്ങൾ ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. സോ ഇവിടെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഈ ഒരു മാറുന്ന AI ഡ്രിവൺ IT ലാൻഡ്സ്കേപ്പിൽ ഏത് കമ്പനി ആയിരിക്കും ബെറ്റർ പൊസിഷനിൽ നിൽക്കുക? അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്കും കൂടി നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.